അതിരുന്ന് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻസിലോട്ട് എത്തിക്കും. ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല, അതിനെ കണക്റ്റഡ് ആയിട്ട് പലവിധ അസുഖങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ലാസ്റ്റ് 15 ഇയേഴ്സിന് ശേഷം അല്ലെങ്കിൽ ലാസ്റ്റ് 15 ഇയേഴ്സിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വന്നിട്ടുള്ളത്. അത് തന്നെ നമുക്ക് PCOD മാത്രമല്ല, തൈറോയ്ഡ് മെറ്റബോളിസത്തിലുള്ള വ്യത്യാസമുണ്ട്, പ്രമേഹം കൂടി, പൊണ്ണത്തടികൾ കൂടി, അതുപോലെ തന്നെ സന്ധിവേദന കാര്യങ്ങളൊക്കെ കൂടി അല്ലേ. ഒത്തിരി പേർക്ക് ഈ പറഞ്ഞ ഇഷ്യൂസ് എനിക്കുണ്ട്. ഒക്കെ നമ്മുടെ എന്താണ് ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആദ്യം ഉണ്ട്, പക്ഷെ അത് വളരെ റെയർ ആയിട്ടുള്ള ആളുകളിലെ ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇതിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാലോ യൂട്രസും കാര്യങ്ങളൊക്കെ. യൂട്രസിന്റെ 2 സൈഡിൽ എന്തുണ്ട്? അണ്ടാശയങ്ങളുണ്ട്. ഈ 2 അണ്ടാശയത്തിലും ഒരുപാട് അണ്ടങ്ങളുണ്ട്, അതായത് ഓവം. ഓരോ മാസം എത്തുമ്പോൾ ഓരോ ഓവറിയിൽ നിന്നും ഓരോ ഓവം വെച്ച് പുറത്തോട്ട് മെച്ചുവേർഡ് ആയിട്ട് വരും. എന്നിട്ട് അവിടെ ബീജസ്ഖലനം നടന്നിട്ടില്ലെങ്കിൽ ആ ഓവം എന്ത് ചെയ്യും? താഴെ ഫെല്ലോപ്പിയൻ ട്യൂബ് വഴി പുറത്തോട്ട് ഇറങ്ങി വന്ന് കുറച്ച് ദിവസം ഫെല്ലോപ്പിയൻ ട്യൂബിൽ നിന്ന് നോക്കും സ്പേം എന്തെങ്കിലും ഇല്ലേ. അത് വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഓവം താഴോട്ട് ഇറങ്ങി വന്ന് യൂട്രസിനെ ലൈനിങ്ങോട് കൂടി ഷെഡ് ചെയ്ത് ബ്ലഡോട് കൂടി പുറത്തോട്ട് ഓരോ മാസം വരും. ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം എന്ന് പറയുന്നത്. പക്ഷെ PCOD പലവിധ ഹോർമോണൽ കാണുന്നില്ലേ? PCOD ഉള്ള ആളുകൾ പലവിധ ഹോർമോണൽ വ്യത്യാസം കാരണം, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം ഒക്കെ ഈ അണ്ടങ്ങൾ നമ്മുടെ ഈ ഓവറിയിൽ കിടക്കുന്ന ഓവം മെച്ചുവേർഡ് ആവാതെ അല്ലെങ്കിൽ ഹാഫ് മെച്ചുവേർഡ് ആയിട്ട് എന്ത് സംഭവിക്കും? അത് അവിടെ തന്നെ ഇങ്ങനെ നിരയായിട്ട് ഒരു ചെയിൻ ലൈക്ക്. ആ PPT ഒന്ന് മാറ്റും. PPT 3rd സ്ലൈഡ് എടുക്കും. നിരയായിട്ട് ഇങ്ങനെ മുത്തുമണികൾ പോലെ അവിടെ ഇങ്ങനെ കിടക്കും. നമ്മൾ USG ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ നമുക്ക് സാധിക്കും. USG എടുത്ത് നോക്കി കഴിഞ്ഞാൽ അണ്ടാശയം പൂർണ്ണ വളർച്ച എത്താതെ ഒരു 10-15 അണ്ടങ്ങൾ ഇങ്ങനെ നിരയായിട്ട് ഒരു ചെയിൻ ലൈക്കായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. ഇത് PCOD ഉള്ളവരിൽ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ അവർക്ക് എന്തുണ്ടാവും? ആണുങ്ങളെ മാതിരി, ബോയ്സിനെ മാതിരി മീശയും താടിയും ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ നീണ്ട മുകളുള്ള ആളുകൾക്ക് മുന്നേ പണ്ടത്തെ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, മുന്നേ നീണ്ട മുഖമായിരിക്കും. ഇപ്പോഴത്തെ ഫോട്ടോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തടിച്ച വട്ടം ഒരു റൗണ്ട് ഫേസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതോടൊപ്പം മുഖക്കുരുകൾ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ തടിച്ചിട്ടുണ്ടാവും. തടിക്കാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫാറ്റ് ഡെഫിസിറ്റ് വന്നിട്ടുണ്ടാവുക നമ്മുടെ അമ്പലിക്കൽ റീജൺ, അതായത് പൊക്കിളിന്റെ തായ് ഭാഗത്ത് നന്നായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ വോയിസിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വോയിസിൽ പണ്ട് നല്ല സ്വീറ്റ് വോയിസ് ആയിരിക്കും, ഇപ്പൊ കുറച്ച് ഹാർഷും ഒരു ഹോഴ്സ്നെസ് ഒക്കെ കൂടിയിട്ടുള്ളൊരു വോയിസ് ആയിരിക്കും. ബട്ടക്സില് തൊടയിലൊക്കെ നല്ല കൊഴുപ്പടിഞ്ഞു കിടക്കുക. അതുപോലെ തന്നെ മുഖക്കുരു വരാറുണ്ട് PCOD ഉള്ളവർക്ക്. പിന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്, കഴുത്തിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ കക്ഷങ്ങളില് ഒക്കെ കറുപ്പ് നിറം, ഭയങ്കര അധികമായിട്ടുള്ള കറുപ്പ് നിറം, ഇതൊക്കെ PCOD ഉള്ള ആളുകളിൽ വരുന്ന സിംറ്റംസ് ആണ്. PCODയുടെ മെയിൻ കാരണം എന്താന്ന് പറയാൻ പറ്റുമോ? അത് ഈ കുഞ്ഞു കുരുക്കൾ നമ്മുടെ ഓവറീസിൽ വരുന്നതല്ലേ ആക്ച്വലി? അതെ. അല്ല, നമ്മള് ഇപ്പൊ എന്ത് ഭക്ഷണം ആയിരിക്കും ഇതിനെ ട്രിഗർ ആവുന്നുണ്ടാവും? ഫാസ്റ്റ് ഫുഡ്, ഷുഗർ കൂടുതൽ കഴിക്കുന്ന, പേസ്ട്രീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയും, ഫ്രൈഡ് ഐറ്റംസുകള്, ഇതൊക്കെയാണ്. അതെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തുണ്ടാവും നമ്മുടെ ബോഡിയിൽ ഈ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്നത്. അപ്പം PCOD ഉള്ളവരും കൺസീവ് ആകുന്നില്ലേ ചില കേസസില്? അതെ, അത് 2 വിധത്തിലാണ്. ഭയങ്കര സിവിയർ ആയി കഴിഞ്ഞാൽ ആദ്യം PCOD ആയിട്ടാണ് വരാം.
അതിൽ ചെറിയ ചെറിയ സിംറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർ ഒന്ന് ലൈഫ് സ്റ്റൈലിൽ ചെറിയ വ്യത്യാസം വന്നാലോ അല്ലെങ്കിൽ ഒന്ന് ഫുഡ് കുറച്ച് കാലം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ തന്നെ അവരെന്താകും, അല്ലെങ്കിൽ ഇപ്പം റെഡിയാക്കിയിട്ടില്ലെങ്കിലും അതിപ്പോൾ തുടക്കകാലം ഉള്ളവർക്കാണെങ്കിലും വലിയ സിവിയർ ആയിട്ടില്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാകും, കൺസീവ് ആകും. പക്ഷേ ഭയങ്കര സിവിയർ സ്റ്റേജിലോട്ട് പോയി, ആ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നൊരു കേസിലോട്ട് പോയി, സിസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള കുമിളകൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓവറിയിൽ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകളിലോട്ടാണ് എന്തുണ്ടാവുക, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുക. ഓക്കെ, അപ്പം എല്ലാവരും എപ്പിസോഡുള്ള എല്ലാവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇൻഫെർട്ടൈൽ ആവോ എന്നുള്ള കാര്യങ്ങളൊന്നും. നമ്മൾ ഡയറ്റും എക്സസൈസും എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് വരാം. ഓക്കെ, അപ്പം മെയിനായിട്ട് നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും ഞാനിപ്പോൾ കഴിഞ്ഞ എടുത്ത ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് എല്ലാ അസുഖങ്ങളുടെയും മൂലകാരണം. എല്ലാ അസുഖങ്ങളും എന്ന് പറയുമ്പോൾ ഇതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഫാറ്റി ലിവർ, PCOD, തൈറോയിഡ്, ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അധികം ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ്റെ ആ ഒരു കപ്പാസിറ്റി, ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇൻസുലിനും ഗ്ലൂക്കോസും നമ്മുടെ ബോഡിയിൽ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുന്ന അവസ്ഥ. ഈ അവസ്ഥ കാരണം നമുക്ക് എന്തുണ്ടാവും, ഗ്ലൂക്കോസിനെ ഇൻസുലിനെ തിരിച്ചറിയാൻ പറ്റില്ല, അങ്ങനെ ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്യില്ല. ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും, പോയിട്ട് ഗ്ലൂക്കോസ് ഫാറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയുടെ പല ഭാഗത്ത് അടിഞ്ഞോടും. നമ്മൾ ലിവറിന്റെ ഭാഗത്ത് അടിഞ്ഞോടുമ്പോൾ നമ്മൾ ഫാറ്റ് ലിവർ എന്ന് വിളിക്കും. ബ്ലഡ് വെസൽസിൽ ഈ ഫാറ്റ് പോയി അടിഞ്ഞോടുമ്പോൾ നമ്മൾ എന്ത് പറയും, കൊളസ്ട്രോൾ വന്നു അല്ലെങ്കിൽ ബ്ലോക്ക് വന്നു എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഓവറീസിന്റെ ചുറ്റും അടിഞ്ഞു ഓടുമ്പോൾ നമ്മൾ എന്ത് ആയിട്ട് മാറും, PCOD ആയിട്ട് മാറും. അങ്ങനെ പലവിധ അസുഖങ്ങളിലോട്ട് എന്താണ് ഒരു മൂലകാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. അതുപോലെ മാത്രമല്ല ഇവർക്ക് വേറെ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാവാന്ന് അറിയാം. ഇപ്പൊ ഈ വിശപ്പ് ഭയങ്കര കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഉള്ളവർക്ക്, PCOD ഉള്ളവർക്ക്? യെസ്, ഡെലിവറി ചില കഴിഞ്ഞ സമയത്ത് ശേഷമാണ് PCOD വിശപ്പേ വന്നത്. ഇല്ല. അപ്പൊ ആ ടൈമിൽ കുറെ ഇങ്ങനെ വിശക്കും. അതെ അതെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ടയർഡ്നെസ്, ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും. അതെ 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 അതെ. വേറെ രണ്ടാളുകളെ ഉള്ളോ PCOD? മെനോറൈസിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ വീക്സിലെ സെക്ഷനില്. ഇപ്പോഴും ഉണ്ട് എനിക്കത്. ആക്ച്വലി 37 days ആയി ഇപ്പൊ. ഓക്കെ, എന്തുണ്ടായിരുന്നു എന്നാണ്? മെനോറൈസിയ, ബ്ലീഡിങ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളൊന്ന് പേഴ്സണലി എന്നെ ഡയറ്റീഷ്യൻ ത്രൂ ഒന്ന് കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ മാമിന്റെ പേരൊന്നും കൂടി ഒന്ന് പറയൂ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു കയറിയത് ആക്ച്വലി. ഓക്കെ, ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ്, ആയുർവേദിക് ഡോക്ടറാണ്. ഓക്കെ മാം ഞാൻ ആയുർവേദം ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴല്ല, മുമ്പ് +2 പഠിക്കുമ്പോഴായിരുന്നു. ആ ടൈമിൽ സ്ലോ ആണെങ്കിലും അത് എഫക്ട് ആയായിരുന്നു. അങ്ങനെ PCOD ഒക്കെ കൺട്രോൾ ആയായിരുന്നു, മെൻസ്ട്രേഷൻ വന്നായിരുന്നു. പക്ഷെ ഡെലിവറിയുടെ ടൈമിൽ കൺസീവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കസിൻസ് എല്ലാവരും കഴിക്കാൻ കൊണ്ടുവന്ന് തരുമല്ലോ, സ്വീറ്റ്സ് ആണെങ്കിലും എല്ലാം. അങ്ങനെ കഴിച്ച് വന്നപ്പോഴാണ് PCOD പിന്നെ ആയിപ്പോയത്. നമുക്കതൊക്കെ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യട്ടെ. വിത്തൗട്ട് മെഡിസിൻ വരെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ മാം, അതുപോലെ PCOD ഉള്ളത് കാരണം ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൂടെ വരും. ചില ആളുകളിൽ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം PCOD മാത്രമായിരിക്കില്ല അവർക്ക് ഒത്തിരി, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവും. ഒത്തിരി കാര്യങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. ഈ PCOD വരാനുള്ള കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങളുടെ ബോഡിയിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് കണക്റ്റഡ്. ഓക്കെ, നമുക്കിനി ക്ലാസ് എനിക്ക് ഇതേക്കണക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൂടുതലാണ്. ഇത്തിരി ആ ടൈമിങ്ങിന് ഫുഡ് എടുത്തില്ലെങ്കിലും പോലും ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക് ആയിട്ട് ബോൾ പോലെ ഉരുണ്ട് കയറുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ, ചപ്പാത്തി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? എന്താ ചപ്പാത്തി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ചപ്പാത്തി ഇടയ്ക്ക് കഴിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഡയറ്റിന് വന്നതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഒന്നും ഇല്ല. എഗ്ഗ് എടുക്കാറുണ്ട്, രാവിലെ എഗ്ഗ് എടുക്കാറുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ്. ഓക്കെ, ചപ്പാത്തി രാത്രി
ഗ്യാസ്ട്രിക് ഡിന്നറിന് സാലഡ്. ഗ്യാസ്ട്രിക് ഇഷ്യൂനൊന്നും ഡയറ്റീഷ്യൻ ത്രൂ നിങ്ങളൊന്ന് എനിക്ക് എന്താണ് ഒന്ന് പേഴ്സണൽ വോയിസ് നോട്ട് ഇടൂ, ഞാനൊന്ന് റിപ്ലൈ തരാം. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിപ്പോ ഒരു 1 hour മാമിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. കോണ്ടാക്ട് ചെയ്യാൻ ഡയറ്റീഷ്യൻ ത്രൂ കണക്ട് ചെയ്താൽ മതി. നമ്മളിതൊരു 1 hour സെഷൻ ആണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒന്നുകൂടെ പറയാം, ഒത്തിരി പേര് പിന്നെയും ജോയിൻ ആയിട്ടുണ്ട്. ഇതൊരു 1 hour സെഷൻ. 30 minutes ഞാൻ ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞ് 30 minutes കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മറുപടി തരാം. ഇൻ ബിറ്റ്വീൻ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ. ഒന്ന് ഒരു കഴിഞ്ഞിട്ട് ഒന്ന് എന്നോട് ഒന്നുകൂടെ ചോദിച്ചാൽ. പേരെന്തായിരുന്നു? എന്റെ പേര് റഫീന. ഓക്കെ, ഒന്ന് ചോദിക്കാം. അപ്പൊ ഈ വിശപ്പ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ മധുരം കഴിക്കാനുള്ള ടെൻഡൻസി ഇവരിൽ നല്ലോണം ഉണ്ടാകും. ചോറിനോട് ഭയങ്കര ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഈ നമ്മള് ഡയറ്റ് എടുക്കുന്നതിന് മുന്നേ ഭയങ്കര ചോറ് കഴിക്കാൻ ഒരു ഇഷ്ടം PCOD ഉള്ളവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കും ഉണ്ടാവും. ഓക്കെ. ചോറ് കഴിക്കാൻ ഭയങ്കര അതുപോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഫുഡ് കഴിച്ചു തീർക്കുക. ഇങ്ങനെ പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ശീലം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ കുറച്ച് സ്ലോ ആക്കി എടുത്ത് കുറച്ച് നന്നായിട്ട് ചവച്ചരച്ചിട്ട് തന്നെയാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് സ്പീഡായിട്ട് തന്നെയാണോ കഴിക്കുന്നതെന്നൊന്ന് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനൊന്ന് ചേഞ്ച് വരുത്തണം എല്ലാവരും കേട്ടോ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ ഉന്മേഷം ഇല്ല, ഭയങ്കര ഉറക്കം തൂങ്ങുന്നു, അങ്ങനത്തെ അവസ്ഥ, ഈ അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. PCOD ഉള്ളവരിൽ മാത്രമല്ല, ഒത്തിരി കേൾക്കണില്ല. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അത് അവിടുത്തെ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ. ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം എന്ത് സംഭവിക്കും? നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കൊഴുപ്പായിട്ട് അങ്ങ് അടിഞ്ഞുകൂടും. ഇത് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തില്ലാത്തത്, ഒരു ഉഷാറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു എനർജി കാര്യങ്ങൾ നടക്കുന്നില്ല, ഒരു ഫ്യൂവൽ കൺസംഷൻ നടക്കുന്നില്ല. ഇതങ്ങ് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ക്ഷീണം. അതുപോലെ തന്നെ ഈ അടിവയറ്റിൽ കൊഴുപ്പടിഞ്ഞുകൂടാ, തൊടകളിൽ കൊഴുപ്പടിഞ്ഞുകൂടാ, കൈ ചെസ്റ്റ് റീജിയണിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത്. അതുപോലെ തന്നെ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ. പിന്നെ ലവ് ഹാൻഡിൽസിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഇൻസുലിൻ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ കൂടി നിൽക്കുന്ന സമയത്ത് ഇത് ഹൈപ്പോതലാമസിനെ പോയിട്ട് ഹൈപ്പോതലാമസിൽ വ്യത്യാസം വരുത്തിയിട്ട് നമ്മൾ സ്ത്രീകളിൽ സ്ത്രീ ഹോർമോൺ റിലീസ് ചെയ്യുന്നതിന് പകരം പുരുഷ ഹോർമോൺ റിലീസ് ചെയ്യും. ഓക്കെ. ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് മീശ, താടി, അതുപോലെ തന്നെ നമ്മുടെ ശബ്ദത്തിൽ PCOD ഉള്ള ആളുകളുടെ ശബ്ദത്തിൽ ഗ്രാജുവലി നമ്മളൊരു 35 yearsലൊന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മളൊരു 50 years ഉള്ള ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് അവരുടെ ശബ്ദം കുറച്ച് ഹാർഡായി പുരുഷന്മാരെ പോലെ തോന്നിയിട്ടുണ്ടോ ആരെങ്കിലും സംസാരിക്കുന്നത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ഇതെന്തുകൊണ്ടാണ്? ഇപ്പോഴും പറയുന്നുണ്ട്. എനിക്ക് 25 ആയിട്ടുള്ളൂ, പക്ഷെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു സൗണ്ടിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അത് ചെറിയ വേരിയേഷൻ വന്നിട്ടേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ ഈ PCOD ഉള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കാതെ ഒത്തിരി കാലം ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ ഫുഡിലോ ഒന്നും മാറ്റം വരുത്താതെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു 50 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് പൂർണ്ണമായിട്ട് അങ്ങ് മാറും. പൂർണ്ണമായിട്ട് മാറാന്ന് പറഞ്ഞാൽ റെഗുലർ മെൻ വോയിസ് ആയിട്ട് തന്നെ മാറും. ഓക്കെ. ശബ്ദത്തിന് മാറ്റമുണ്ട് മാം. നേരത്തെ ഉള്ള സൗണ്ടും ഇപ്പൊ നമ്മൾ വോയിസ് വിടുമ്പോഴുള്ള സൗണ്ടും നമ്മൾ തന്നെ കേൾക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഡയറ്റ് എടുത്താൽ മതി കേട്ടോ. ഡയറ്റ് എടുക്കുക, ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് എടുത്താൽ, ഡയറ്റ് മാത്രമല്ല വേറെ കുറച്ച് ഫാക്ടേഴ്സും കൂടി ഉണ്ട്. ഓക്കെ. നമ്മൾ വെയിറ്റ് ഒരു 8 മുതൽ 10% കുറച്ചാൽ തന്നെ PCOD മാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഫാറ്റിക് ലിവർ ഇതുപോലത്തെ കണ്ടീഷൻസിലൊക്കെ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കും. 10% എന്ന് പറയുമ്പോൾ ഈ 60 കിലോ ഉള്ള ആള് ഒരു 6 കിലോ കുറച്ചാൽ തന്നെ
എന്ത് സംഭവിക്കും? ഒത്തിരി ഹോർമോണൽ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ റെഡിയാവും. 80 കിലോ ഉള്ള ഒരാൾ 8 കിലോ കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം. നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒരു ഫ്രീനെസ്, ഒരു എന്താ ഇപ്പൊ പറയാ, ഒരു ബോഡി ഒരു അയവ് ആയതുപോലത്തെ ഒരവസ്ഥ, ഒരു മൂവ്മെന്റ് ഈസി ആവുന്ന ഒരു അവസ്ഥ ഒക്കെ ഫീൽ ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം. നമ്മൾ ഈ ഇംപ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ. നമ്മളിപ്പോ എന്താണ് എന്താ ഒരു പ്രോപ്പർ ഡയറ്റീഷ്യനോ ഡോക്ടേഴ്സിനോ കീഴിൽ ഡയറ്റ് എടുത്തില്ലേ, നമ്മൾ എന്തായിരിക്കും ചെയ്യുക? മീൽ സ്കിപ്പിംഗ് ആയിരിക്കും ചെയ്യുക, അല്ലേ? നിങ്ങൾ ഇതിനു മുന്നേ ഡയറ്റ് എടുക്കാൻ അതെ അതെ അതെ, മീൽ സ്കിപ്പിംഗ്. ഡയറ്റ് എടുക്കുന്നു, ഭയങ്കര വിശന്നിരിക്കുന്ന ഒരവസ്ഥ, കുറച്ച് മാത്രം കഴിക്കുന്നുള്ളൂ, എന്തെങ്കിലുമൊക്കെ കഴിക്കും, കുറച്ച് മാത്രം കഴിക്കുന്നുള്ളൂ, ഒത്തിരി നേരം വിശക്കുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലേ? അതെ ഉണ്ട്. ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അസുഖമുള്ള ആളുകളാണെങ്കിൽ, അസുഖം എന്ന് പറയണ്ട, ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ഡയറ്റ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. പ്രൊഫഷണൽ ഡയറ്റ് എടുക്കുമ്പോഴുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. PCOD ഉള്ള ആളുകൾ ആക്ച്വലി 6 നേരം ഭക്ഷണം കഴിക്കണം. കേട്ടിട്ടുണ്ട്? PCOD ഉള്ള ആളുകൾ ഭക്ഷണം കഴിക്കണം. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല മാം, ഇല്ല കേട്ടിട്ടില്ല. മാം. സ്വന്തമായിട്ട് ഡയറ്റ് ഡോക്ടേഴ്സ് എടുക്കും ചെയ്യുന്നുണ്ടാകാം. 3 2 നേരമാക്കിയിട്ട് അതങ്ങ് ചുരുക്കും, അല്ലേ? 3 2 നേരമായിട്ട് ചുരുക്കില്ലേ? അതെ. PCOD ഉള്ള ആളുകൾ 6 നേരമായിട്ട് ഭക്ഷണം കഴിക്കണം. കാരണമെന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ അധികം വിശന്നിരിക്കില്ല. ആ വിശന്നിരിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ പറ്റില്ല, അത് റിവേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യാണ് ചെയ്യുക. ഈ 6 നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പൊ ഡയറ്റില് ഉണ്ടോ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കും. യെസ് മാം. ഇല്ലേ? അതെ. എന്തൊക്കെയാണ് കഴിക്കുന്നത്, എപ്പോഴൊക്കെയാണ് കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഒരു 11 മണിയാകുമ്പോ നട്ട്സ് അങ്ങനെ എന്തെങ്കിലും. ലഞ്ച് ഒരു 4 മണിയാകുമ്പോ ചെറിയ ചായയും ചിങ്ങമ്പഴോ അല്ലെങ്കിൽ നട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഡിന്നർ. രാത്രി ഡിന്നർ. ഇപ്പൊ ഒരു 5 നേരമായി. രാവിലെ എന്ത് ചെയ്യാന്നറിയാവോ? രാവിലെ ഞാനിപ്പോ ചില ആളുകളോട് പറയാറുണ്ട്, കറുത്ത ഉണക്ക മുന്തിരി ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് കഴിക്കാന്ന്. അപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? വെള്ളം, ഈ ചെറിയ ഉണക്കമുന്തിരി അല്ലെങ്കിൽ ബദാം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് കഴിക്കാം. അതൊരു 1 ടൈം ആയി, അല്ലേ? മാം ഇതിന്റെ നമ്പറോ? ബദാം എന്ന് പറയില്ലേ, പക്ഷെ എത്ര നമ്പർ വേണമെന്നില്ലേ? 6 മാം, കറുത്ത മുന്തിരി പറഞ്ഞില്ലേ, ആ. അത് നൈറ്റ് ആണോ വെള്ളത്തിലിട്ട് വെക്കേണ്ടത്, അല്ല കഴിക്കുന്നതിന്റെ കുറച്ച് മുന്നാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്? അത് നൈറ്റ് വെച്ചാൽ നല്ലത്. ഇനിയിപ്പോ രാവിലെ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നൈറ്റില് മെയിനായിട്ട് പ്രശ്നം സംഭവിക്കുന്നത് നൈറ്റിൽ ഇട്ട് വെക്കാൻ മറന്നുപോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, രാവിലെ എടുത്ത് കഴിക്കില്ല, അല്ലേ? അപ്പൊ രാവിലെ ഇനിയിപ്പോ നൈറ്റിൽ ഇട്ട് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും രാവിലെ എടുത്തില്ല. ഓക്കെ. ഡോക്ടർ, നമ്മൾ 9 മണിയാകുമ്പോഴല്ലേ നമ്മൾ എന്റെ ഫാസ്റ്റിംഗ് സിസ്റ്റം നിർത്തുന്നത്? 9 മണിയാകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ പിന്നെ രാവിലെ നമ്മൾ പച്ചവെള്ളം പോലും കുടിക്കാറില്ല എക്സസൈസ്. അപ്പൊ ഇതെങ്ങനെ മുന്തിരി ഇത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതെടുത്ത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. ഓക്കെ. ഓക്കെ 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 അപ്പൊ 1 ടൈം ഓക്കെ മാം. ഒരു 10-15 മിനിറ്റ് ചെയ്യോ? മാം, എനിക്ക് 20 ദിവസമായി ഞാനിപ്പോ തുടങ്ങിയിട്ട്, എന്നിട്ട് ആകെ 2 കിലോയെ വെയിറ്റ് കുറയുന്നുള്ളൂ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ. ഫുഡ് ഞാൻ വളരെ കൺട്രോൾ ചെയ്താ കഴിക്കുന്നത്, എന്നിട്ട് പോലും. ടെൻഷൻ അടിക്കണ്ട. ആദ്യം ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ, സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ ഈ വെയിറ്റ് നന്നായിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ. മാം അത് ആ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ബോഡി നമ്മുടെ ഈ ഒരു ഇപ്പത്തെ ഫാസ്റ്റിംഗ് സ്റ്റൈലുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വന്നതുകൊണ്ടല്ലേ പയ്യെ വെയിറ്റ് കുറയുന്നേ? അതെ അതെ. അത് പിന്നെ അതല്ല, ഓരോ പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യും. ഓക്കെ. നമ്മളിപ്പോ ഒരാളത് കണ്ട് ഒരാളത് ഒരാഴ്ച കൊണ്ട് 5 കിലോ കുറഞ്ഞ് അത് ചിലപ്പം കാണും. അത് ചിലപ്പം അതെന്താ പറയുക, ഒത്തിരി ഫാക്ടേഴ്സ് ഡിപ്പെൻഡന്റ് ആണ്. ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഹിസ്റ്ററി, ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ഹിസ്റ്ററി എടുക്കേണ്ടി വരും. നിങ്ങളുടെ ദഹനം എങ്ങനെയാണ്, തൈറോയ്ഡ് ഉണ്ടോ, PCOD ഉണ്ടോ, കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതൊക്കെ റൂൾ ഔട്ട് ചെയ്തിട്ടാണ് എനിക്ക് എന്ത് പറയാൻ പറ്റുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയാൻ ഡിലേ ആകുന്നു എന്നുള്ളത്. പിന്നെ 20 ദിവസം കൊണ്ട്
2 കിലോ കുറയാന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ. താങ്ക് യു മാം. മാം ഈ നോമ്പാകുമ്പോ ഈ ഡയറ്റ് നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകണ്ടേ? ഇപ്പൊ നമ്മൾ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ നോമ്പാവുമല്ലോ നമുക്ക്. അപ്പോഴ് എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഇങ്ങനെ പറ്റില്ലല്ലോ, അതാ ചോദിച്ചത്. എന്തായിരുന്നു അപ്പം? നോമ്പെടുക്കുമ്പോഴേ നമ്മൾ എങ്ങനെയായിരിക്കും ഡയറ്റ് ഇതാവുന്നതെന്ന്? നമ്മൾ ഡയറ്റ് ചാർട്ട് തരും, തിരിച്ചുള്ള ഡയറ്റ് ചാർട്ട് ഉണ്ട്, അത് അവര് തരും. ഓക്കെ കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനിലോട്ട് കടക്കാം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യം 6 ടൈം നമ്മൾ മീൽ എടുക്കണം. അപ്പൊ എങ്ങനെയാ നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്ന മീലും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? PCOD ഉള്ളവർക്ക് അതാണ് ഒന്നുകൂടെ ബെറ്റർ. കാരണം എന്താണ്, ഈ ബ്ലഡ് ഷുഗർ ലെവലിനെ, നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 6 ടൈം മീൽ. നിങ്ങളിപ്പോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും PCOD ഉള്ളവർക്ക് എന്താണ് 6 ടൈം മീലാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഈ 6 ടൈം മീൽ. അതുപോലെ തന്നെ ഹങ്കർ ക്രേവിങ്സ്, ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വിശപ്പും ക്രേവിങ്സും ആയിരിക്കും, മധുരത്തോട് ഭയങ്കര ക്രേവിങ്സ് ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നം സംഭവിക്കുന്നത്, നമ്മൾ 2 നേരത്തേക്കൊക്കെ എന്താക്കി മാറ്റി ചുരുക്കും, ഡയറ്റ് ചുരുക്കും, ഫുഡ് എടുക്കുന്നത് ചുരുക്കും. അപ്പൊ അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ എന്താവും, ബ്രേക്ക് ആവുമെന്ന്. കാരണം നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല PCOD ഉള്ള ആളുകൾക്ക്. അത്രയും വിശപ്പും ക്രേവിങ്സും ഉണ്ടാവും അവർക്ക്. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഇടവിട്ട് 6 ടൈം മീലായിട്ട് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് PCOD ഉള്ള ആളുകൾക്ക്. മാം PCOD എങ്ങനെ തിരിച്ചറിയാം? പലവിധ കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ. ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാകും, മുടിയുടെ തിക്നെസ് കുറഞ്ഞു വരുന്നുണ്ടാകും. അതുപോലെ തന്നെ അംബലിക്കസിന്റെ താഴത്ത് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. പിന്നെ കഴുത്തില്, മുഖത്തിന്റെ വശങ്ങളില്, കക്ഷത്തിലൊക്കെ കറുപ്പ് കൂടിയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ സ്കാനിങ്ങിലും മനസ്സിലാവും. അത് സ്കാനിങ്ങിൽ പിന്നെ ആ ഒരു സ്റ്റേജിലോട്ട് എത്തണം. ആ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോൾ മനസ്സിലാവും. ഉറക്കം PCOD ഉള്ള ആൾക്കാണ് 10 മണിയാകുമ്പോഴത്തേക്ക് ഉറങ്ങിയിരിക്കണം, മസ്റ്റാണ്. ഇനി PCOD ഇല്ലാത്ത ആളുകളാണ്. കുഞ്ഞുണ്ട്, അപ്പൊ ഉറക്കാൻ ഭയങ്കര പാടാ. അപ്പൊ ഉറങ്ങിയിട്ട് കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് അവനെ ഉറക്കി കിടത്ത് ഇപ്പം തന്നെ കിടക്കുമ്പോ 11 മണിയാവും. 11 മണിക്ക് ഉറക്കം തീരെ ഉറങ്ങുന്നുണ്ടോ? വരുന്നില്ല. ഉറക്കം തീരെ വരുന്നില്ല. വരുന്നില്ല. രാത്രി 12 മണിയൊക്കെ ആവും ഞാൻ കിടക്കുന്ന ടൈം ആവുമ്പോ. ടെൻഷൻ സ്ട്രെസ് പ്രോബ്ലം ഉണ്ട്. ടെൻഷൻ അതെ, സ്ട്രെസ് പ്രോബ്ലം ഉണ്ട് മാം. റിലാക്സിങ് ടെക്നിക്സ് ഒന്ന് ഫോളോ ചെയ്യും. എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ഉണ്ടാകും. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസുകൾ ഉണ്ടാകും. ഒന്നെങ്കിൽ അത് ചെയ്യാം, പ്രാണായാമം പോലത്തെ എക്സസൈസുകൾ ഉണ്ട്. ഒന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ. അതൊന്ന് ചെയ്ത് പ്രോബ്ലംസ് എന്ത് ചെയ്യാം, അണ്ടർ കൺട്രോളിൽ വെക്കാം കേട്ടോ. പിന്നെ ഈ ഉറക്കം ഡിസ്ട്രപ്റ്റ് ആയാൽ സംഭവിക്കുന്ന ഒരു കാര്യം, മെലാറ്റോണിൻ എന്ന് പറയുന്ന സ്ലീപ്പ് ഹോർമോൺ ആണ്. ഈ ഹോർമോൺ നമ്മുടെ ഓവുലേഷനെയും മെൻസ്ട്രൽ സൈക്കിളിനൊക്കെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ മെൻസസും കാര്യങ്ങളൊക്കെ ഇറഗുലാരിറ്റീസ് നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണും നമ്മുടെ ബോഡിയിൽ കൂടും, നമ്മുടെ ഈ ഉറക്കം റെഡി ആയിട്ടില്ലെങ്കിൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വീട്ടിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് രാത്രി 2 മണി വരെ ഇരുന്ന് പഠിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. കുട്ടികൾ 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചു. ആക്ച്വലി അവർക്ക് ഗ്രാജുവലി എന്ത് സംഭവിക്കും, ഗ്രാജുവലി ഇതുപോലത്തെ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കും. ഇപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു കോളേജിലൊക്കെ എത്തുന്ന സമയത്ത്, അതുപോലെ ആക്ടിവിറ്റീസ് പഠിക്കുന്ന കുട്ടികളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും പൊതുവേ കുറവായിരിക്കും, എല്ലാവർക്കും ഇല്ല. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ആവുന്ന സമയത്ത് ഇവർക്ക് ഗ്രാജുവലി ഒരു ഗ്രാജുവേഷന്റെ ഇതൊക്കെ എത്തുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാകും, PCODയുടെ ചാൻസസ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ രാത്രി ഈ ഉറക്കം ഒഴിയുന്ന എല്ലാ ഫാക്ടേഴ്സും, പഠിത്തം ഞാനൊരു എക്സാമ്പിൾ ആക്കി പറഞ്ഞതാണ്. നിങ്ങളുടെ വീട്ടിലെ മക്കള് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് രാത്രി നേരത്തെ
രാവിലെ എഴുന്നേറ്റ് പഠിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ പഠിക്കാത്ത ആളുകളാണ് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉറക്കം ഡിലേ ആവുന്നുണ്ടെങ്കിൽ ആ ഉറക്കത്തിന്റെ സൈക്കിളും ഒന്ന് എന്തായിട്ട് വരാം മാനേജ് ചെയ്ത് വരാം. ഓക്കെ. മാം പറയാം. യൂറിക് ആസിഡും കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഡയറ്റ് എടുക്കേണ്ടത്? ഇപ്പൊ ഡയറ്റ് എടുക്കുന്ന ആളാണോ? ആ നമ്മള് എത്രയാണ് യൂറിക് ആസിഡ് എത്രയാണ് ഉണ്ടായിരുന്നത്? യൂറിക് ആസിഡ് നോക്കിയിട്ടില്ല. കുറച്ച് കൂടുതലാണ്. യൂറിക് ആസിഡും കൊളസ്ട്രോളും കുറച്ച് കൂടുതലാണ്. യൂറിക് ആസിഡ് ഡയറ്റ് ഉണ്ടാവുമല്ലോ. ഡയറ്റ് ചാർട്ട് തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. അത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. യൂറിക് ആസിഡ് ഒക്കെ നോർമൽ ആയിട്ട് വരും. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറയും. മാം എനിക്ക് യൂറിക് ആസിഡിന്റെ ഒന്നുകൂടെ പറയോ മാം? ക്ലിയർ ആയിരുന്നില്ല. യൂറിക് ആസിഡ് ഡയറ്റ് ചാർട്ട് നമ്മള് ഡയറ്റ് എടുക്കുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കയ്യിൽ യൂറിക് ആസിഡിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള യൂറിക് ആസിഡ് ഡയറ്റ് ചാർട്ട് തരുന്നതായിരിക്കും. ഓക്കെ. ഹലോ. പറയൂ. ഹലോ. സർ പറയൂ. ഡൗട്ട് സെഷൻ ബുദ്ധിമുട്ടുകളൊക്കെ. ഹലോ മാം, ഒന്ന് സംസാരിച്ചോട്ടെ? ഹലോ, പിന്നെ ഞാൻ ഡയറ്റ് എടുക്കല് തുടങ്ങിയപ്പോ പിന്നെ എന്റെ സ്കിന്നില് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായി വരുന്നൊരു പ്രശ്നം ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡയറ്റീഷ്യന് ഫോട്ടോ കൊടുത്ത് വോയിസ് നോട്ടൊക്കെ ഇട്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒന്നും റിപ്ലൈ കിട്ടിയില്ല. ഞാൻ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 25 കിലോളം വെയിറ്റ് കുറച്ചിരുന്നു 3 മാസം. ഞാൻ അതിങ്ങനെ ഫോളോ ചെയ്ത് കണ്ടങ്ങനെ വന്ന് കോവിഡ് സിറ്റുവേഷനിലെ ടൈമിലൊക്കെ ആയിട്ട് 70 കിലോയിൽ ഇങ്ങനെ ഇതായി നിന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെയിറ്റ് കൊണ്ട് കൂടി 80 kg ഒക്കെ ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ഇതില് എന്റെ ഡയറ്റ് പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് കണ്ടുപിടിച്ചങ്ങാണ്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാ ഫ്രൂട്ട്സും എല്ലാ നട്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ 73 kg ഒക്കെ ഞാൻ കുറച്ചിരുന്നു. അത് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് പിന്നെയും കൂടി 80 kg ആയി. അപ്പോഴാണ് ഈ ഡയറ്റ് ഇപ്പൊ എടുക്കുമ്പോഴൊക്കെയാണ് ഈ സ്കിന്നിൽ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ടായി കണ്ടിങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ഡോക്ടറെ കീഴിലാവുമ്പോൾ അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് അപ്പൊ ഈ ഡയറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്ന ടൈമിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു 5-6 ദിവസമായിട്ട് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായി കണ്ട് സ്കിന്നിൽ ഇങ്ങനെ സ്വയം അലിഞ്ഞു പോകുന്നുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങോട്ടായി വരും. ഫോട്ടോ എന്റെ അടുത്തോട്ട് എത്തിയിട്ടില്ല. ഒന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമായിരിക്കും. ദഹനം കാര്യങ്ങളൊക്കെ ദഹനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ദഹനം കുറവാണ് എനിക്ക്. പിന്നെ മറ്റേ ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് നടത്തിയപ്പോ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ബർപ്പ് വന്നതല്ലേ? ഓക്കെ. ദഹനം ആയിട്ട് റിലേറ്റഡ് ആവും നമ്മളെ സ്കിന്നും ബ്ലഡും ഇഷ്യൂസ് ഒക്കെ. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ഫോട്ടോസ് കാര്യങ്ങൾ എന്റെ അടുത്തോട്ട് എത്തിയിട്ടില്ല. ഡയറ്റീഷ്യന്റെ പേരൊന്ന് പറയും. എപ്പോഴാണ് അയച്ചത്? ഷെമിന്നാണ്. ഞാൻ ഇന്നലെയാണ് പിന്നെ ഡയറ്റീഷ്യന് ഫോട്ടോ വിട്ടു കൊടുത്തത്. മലപ്പുറം ജില്ലയാണ്. ഷെമിയാണ് പേര്. ഷെമി. ഓക്കെ, ഞാൻ സംസാരിക്കാം കേട്ടോ. ഹലോ മാം, പേരെന്തായിരുന്നു? പേര് സുമയ്യ. ഹലോ മാം. മാം, ഈ PCOD മാറിയ ആൾക്ക് വീണ്ടും നമുക്ക് PCOD വരുമോ? ഡയറ്റ് ലൈഫ് സ്റ്റൈൽ തെറ്റിച്ച് കഴിഞ്ഞാൽ വരും. എനിക്കൊരു
ഒരു 2 ഇയർ ആയിട്ടുണ്ടായിരുന്നു. മെഡിസിൻ ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അത് പക്ഷേ മെഡിസിൻ എടുത്തത് പ്രശ്നമായി. പിന്നെ അത് 6 ദിവസം കൊണ്ട് പീരീഡ്സ് ആക്കുന്ന ടാബ്ലറ്റ് എടുത്തു. പിന്നെ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി ടാബ്ലറ്റ് എടുക്കേണ്ട സിറ്റുവേഷനൊക്കെ വന്നായിരുന്നു. അങ്ങനെ പിന്നെ വെയിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തു. PCOD ഒരു ലെവലും ഇതായി. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ടെല്ലാം ഒരു 6-7 മാസമായിട്ട് ഇപ്പൊ വീണ്ടും PCOD ഫസ്റ്റ് സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതാ ചോദിച്ചത്. അതെ, നമ്മുടെ ഡയറ്റ് കാര്യങ്ങൾ തെറ്റിച്ചോ നിങ്ങള്? ഇല്ല, ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് 1 മാസം ആയില്ലായിരുന്നു. ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ ഓക്കെ, ഡയറ്റ് എടുത്താൽ മതി കേട്ടോ, മാറിക്കോളും. ഇപ്പൊ ഹലോ മാം. ഡയറ്റ് എടുക്കുന്നുണ്ട്. ഹലോ മാം, ഗ്യാസിന്റെ പ്രോബ്ലം നന്നായിട്ടുണ്ട്. ഓക്കെ. പിന്നെ കോൺസ്റ്റിപ്പേഷനും ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ദഹനം പ്രോപ്പർ അല്ലല്ലോ. ആപ്പിൾ സിഡർ വിനേഗർ എടുക്കുന്നുണ്ടോ? അത് 3 നേരം എടുക്കുന്നുണ്ട്. ഇപ്പൊ 2 മൂടിയായിട്ട് ഇപ്പൊ കൂട്ടിക്കണു എടുക്കുന്നത്. ബർപ്പ് എപ്പോഴാണ് വന്നത്? വെറുപ്പ് വരുന്ന കുറെ ടൈം കഴിഞ്ഞിട്ടായിരുന്നു അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴല്ലേ? ഒന്ന് മോരും വെള്ളം കുടിക്കോ ഉച്ചയ്ക്ക് ശേഷം? ഉച്ചയ്ക്ക് ശേഷം ഒരു ടൈമിൽ മാത്രമേ കുടിക്കണ്ടേ? ഒരു ടൈമിൽ കുടിച്ചാൽ മതി. ഉച്ചക്കത്തെ മീലിന് ശേഷം മോരും വെള്ളം പറയുമ്പോൾ അറിയില്ലേ, നമ്മൾ ഉപ്പും കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് കുടിക്കോ? അങ്ങനെ കുടിച്ചെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഡയറ്റീഷ്യൻ ത്രൂ എന്നെ കണക്ട് ചെയ്യണം കേട്ടോ. ഹലോ മാം. മാം, ഈ PCOD ഉണ്ടെന്ന് നമുക്ക് കറക്റ്റ് എങ്ങനെ അറിയാൻ പറ്റും? മാം ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ ക്ലാസ് എടുത്തിട്ട്, ഈ നമ്മളെ മുഖത്ത് രോമ വളർച്ചയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, മുടി കൊഴിച്ചിൽ. അപ്പൊ പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആണ് മാം? അതെല്ലാം റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും മാം? ബാക്കി സിംറ്റംസ് ഉണ്ടോ ഞാൻ പറഞ്ഞ മുഖത്തൊക്കെ? മാം, മുഖത്ത് ഇടയ്ക്ക് വെച്ചിട്ട് നല്ല ഈ മുഖത്തൊക്കെ ഈ കുരുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോ നന്നായിട്ട് ഒരുവിധം മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് മാം പറഞ്ഞ കണക്ക് മുഖം ഇങ്ങനെ നല്ല തടിച്ചു വരെയും പിന്നെ ചെറുതായിട്ട് മീശ പോലെ അങ്ങനെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു രോമ വളർച്ചയെ. അപ്പൊ അത് നമുക്ക് സ്റ്റാർട്ടിങ് ആണ് എങ്ങനെ? എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട്. 30 വയസ്സ്. എത്ര ഹൈറ്റ് എത്രയാണ്? 165. വെയിറ്റ് എത്ര? വെയിറ്റ് 73 ആയിരുന്നു. ഇപ്പം ഡയറ്റ് എടുത്ത് 7 കിലോളം കുറഞ്ഞിട്ടുണ്ട്. 66.45 ആയി ഇപ്പൊ. 2 മാസം. പീരീഡ്സ് ഒക്കെ നോർമൽ ആണ്? പീരീഡ്സ് ഒക്കെ നോർമൽ ആണ്, കറക്റ്റ് ആയിട്ട് വരും. മുന്നേ ആവുന്നില്ല, ഡേറ്റ് ഒന്നും മാറത്തില്ല, കറക്റ്റ് ആണ്. വല്ലാണ്ട് പേടിക്കണ്ട. ഇപ്പൊ വെയിറ്റ് ഇപ്പൊ ഇത്രയും കുറഞ്ഞില്ലേ? ഒരു എത്ര കിലോ? 6 7 6 kg കുറഞ്ഞില്ലേ? പേടിക്കണ്ട, വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് പോയിക്കോളും. മുഖത്തുള്ള ഈ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഹോർമോണിന്റെ. നമുക്കത് PCOD ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? സ്കാൻ ചെയ്ത് നോക്കാം. ക്ലിയർ ആവുന്നില്ല മാം, ക്ലിയർ ആയില്ല. നിങ്ങളുടെ ഇഷ്യൂല്, നിങ്ങളുടെ കേസില് സ്കാൻ ചെയ്ത് നോക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, പീരീഡ്സ് ഒക്കെ റെഗുലർ ആണല്ലോ, നമുക്ക് നോക്കാം. ഡയറ്റ് എടുക്കും. ഇപ്പൊ ഇത്രയും kg കുറഞ്ഞില്ലേ, ഒരു 4 kg കൂടി കുറയ്ക്കുക, ഒരു 10 kg കുറയ്ക്കുക. ഓക്കെ, ടോട്ടല് 10 kg ഒന്ന് കുറയ്ക്കുക. അപ്പം തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് കാണും. ഓക്കെ, പിന്നെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് എത്ര kg ആണ് നമുക്ക് വേണ്ടത്? എന്റെ ഇതിനനുസരിച്ച് നിങ്ങളിപ്പോ 165 ആണെങ്കിൽ ഒരു 60 നല്ലതായിരിക്കും. നല്ലപോലെ തന്നെ. ഇനിയിപ്പോ വെയിറ്റ് കുറച്ചു കഴിഞ്ഞാലും ആ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ ഡയറ്റ് കഴിഞ്ഞ് ഈ ഡയറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്ത് സംഭവിക്കും? പിന്നെ പറഞ്ഞ സിംറ്റംസും ഈ ഇറഗുലാരിറ്റീസും കാര്യങ്ങളും. അപ്പൊ വെയിറ്റ് ഒന്ന് ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ട് വെയിറ്റ് കുറയ്ക്കുക. വന്നതിന് ശേഷം ആ ഡയറ്റിൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ അൺഹെൽത്തി ഫുഡ്സ് കഴിക്കാതിരിക്കുക. ഓക്കെ മാം, ഈ 12 പെരിഫറലി അറേഞ്ച്ഡ് ഫോളിക്കിൾസ് എന്ന് പറഞ്ഞ ഒരുപാട് കുരുക്കൾ ഉണ്ടെന്നാണോ PCOD-യില്? 12 പെരിഫറലി അറേഞ്ച്ഡ് ഫോളിക്കിൾസ് അറൌണ്ട് 2 ഓവറീസിലും. കുറച്ചുണ്ട്, എന്നാലും എനിക്ക് റിപ്പോർട്ട് ഒന്ന് കാണേണ്ടി വരും കേട്ടോ.
ഓക്കെ ഓക്കെ മാം. ഡയറ്റീഷ്യൻ പക്ഷെ ഇതൊന്നും ചോദിച്ചില്ലായിരുന്നു. PCOD ഉള്ളതാന്ന് ഞാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞതായിരുന്നു ആക്ച്വലി. ഓക്കെ നിങ്ങളൊന്ന് റിപ്പോർട്ട് എനിക്ക് അയക്കൂട്ടോ. ഓക്കെ ഓക്കെ മാം ഹലോ മാം, എനിക്ക് PCOD 8 വർഷമായിട്ട് PCOD ഉണ്ട്. അപ്പോൾ 8 നമ്മൾ വർഷം ഡയറ്റിൽ 8 വർഷമായിട്ടുണ്ട്. അലോപ്പതി മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ അതേപോലെ കൂടില്ല കുറയൂല, അതേപോലെ ആണ്. സ്കാൻ ചെയ്തുമ്പോൾ അളവ് അതേപോലത്തെ. ഓക്കെ ഞാൻ പറയാം. പിന്നെ PCODക്ക് 3 തൂണുകളാണ് ഉള്ളത്. ഒന്ന് മരുന്ന്, ഒന്ന് ഭക്ഷണത്തിലുള്ള വ്യത്യാസം, ഒന്ന് എക്സസൈസ്. ഈ 3 തൂണുകൾ നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുള്ളൂ? PCOD റെഡി ആവുള്ളൂ. അപ്പൊ മരുന്ന് എന്ന് പറയുമ്പോൾ ആ കേസിനനുസരിച്ചിരിക്കും. എല്ലാവരും മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബാക്കി 2 കാര്യങ്ങൾ എക്സസൈസും ഡയറ്റും എല്ലാവരും ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, മരുന്നുകൾ എൻഡോക്രൈനോളജിസ്റ്റ് ഇത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരും. നമ്മളെ ഡയറ്റിൽ വന്നിട്ട് 1.5 മാസമായി ഡയറ്റിൽ വന്നിട്ട്. വെയിറ്റ് കുറഞ്ഞിട്ടില്ല, ചെയ്യാ എക്സസൈസും ചെയ്യാ. ഓക്കെ, പക്ഷെ ഞാൻ പിന്നെ വയറിന്റെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ദിവസം 1/2 കിലോ കുറഞ്ഞാല് പിറ്റേ ദിവസം 1/2 കിലോ കൂടി. അങ്ങനെ 70-ലായിരുന്നു, ഇപ്പൊ 69.5 അങ്ങനെ ഉണ്ട്. ദഹനവും വെയിറ്റ് വരുന്നത് ദഹനവും കാര്യങ്ങളൊക്കെ നമ്മൾ ത്രിഫല പിന്നെ എടുക്കാൻ പറഞ്ഞിട്ട് അതെനിക്ക് 2 അടപ്പ് എടുത്തപ്പോ എനിക്ക് തൊണ്ടയിലൊക്കെ ഒരു പഴുപ്പ് വന്നപ്പോ ഡയറ്റീഷ്യൻ പറഞ്ഞു ഇനി ത്രിഫല എടുത്തോളാൻ പറഞ്ഞു. അതെടുത്തിട്ട് ശരിയായി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് വിശപ്പ് കുറവാണ്. അപ്പൊ 11 മണിക്കും 4 മണിക്കും ഞാൻ ഒന്നും എടുക്കാറില്ല. വെള്ളം കുടിച്ചാൽ തന്നെ എനിക്ക് വിശപ്പ് തീരും. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറയാത്തത്. നിങ്ങളുടെ ദഹനം എങ്ങനെ? ദഹനത്തിന് ഇഷ്യൂ അതിന് ഇനി എന്താ ചെയ്യാ? ത്രിഫല ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ എന്തെങ്കിലും ഉണ്ടോ? കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, പറഞ്ഞിരുന്നു ഞാൻ. അത് ത്രിഫലന്റെ മരുന്ന് എടുത്തിട്ടും വലിയൊരു കുറവൊന്നുമില്ല, ചെറിയ മാറ്റേ ഉള്ളൂ. ഓക്കെ, ഒന്ന് ഡയറ്റീഷ്യൻ ത്രൂ എനിക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വോയിസ് നോട്ട് ചെയ്യോ, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഹലോ മാം. ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ ഡൗട്ട് സെഷൻ അല്ല, നമ്മള് ഡൗട്ട് മാത്രമല്ല, നമ്മുടെ ബുദ്ധിമുട്ടുകളും പറയുന്ന സെഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഓരോരുത്തർക്ക് ചോദിച്ചു തുടങ്ങാം. പിന്നെ ചോദിച്ച ആളുകൾ തന്നെ ചോദിക്കാതെ ഇരിക്കുക, ബാക്കിയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കുക. ഒത്തിരി പേര് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങാം കേട്ടോ. പറഞ്ഞോളൂ പറയൂ. മാം എനിക്ക് 12 വർഷമായിട്ട് PCOD ഉണ്ട്. അപ്പൊ ഫസ്റ്റ് മോനെ പ്രഗ്നൻസിയില് എനിക്ക് PCOD ഉണ്ടായിരുന്നു. എന്നിട്ട് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ക്യാരിങ് ഒന്നും ആയില്ല. അപ്പൊ ഇപ്പൊ എനിക്ക് PCOD ഉണ്ട്. ഇപ്പൊ ഞാൻ ഡയറ്റിങ്ങിൽ ഇപ്പൊ ജസ്റ്റ് 1 വീക്ക് ആവണുള്ളൂ കേറിയിട്ട്. ഡയറ്റ് എടുത്തോളൂ. മെഡിസിൻ എന്തെങ്കിലും കഴിക്കേണ്ടി വരുമോ? മെഡിസിൻ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിച്ച് എൻഡോക്രൈനോളജിസ്റ്റ് പ്രിഫർ ചെയ്യുന്ന രീതിയിൽ സ്കാനിങ് ഒക്കെ ചെയ്താലും മനസ്സിലാക്കുന്ന സ്റ്റേജ് എങ്ങനെയാണ്, മരുന്ന് കഴിക്കേണ്ട സ്റ്റേജ് ആണോ, മരുന്ന് കഴിക്കേണ്ടാത്ത സ്റ്റേജ് ആണോ എന്നുള്ളത്. എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാം. മരുന്ന് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കാത്തതാണെങ്കിൽ എടുക്കണം. അവർ പറയും ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്താനും ഡയറ്റ് എടുക്കാനും. അപ്പൊ ഡയറ്റ് എടുക്കാം കേട്ടോ. ഡയറ്റ് പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ല. ചിലപ്പോ 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോ കറക്റ്റില് വരും, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ ഡയറ്റ് എടുത്തോളൂ, കൂടെ തന്നെ എക്സസൈസും ചെയ്തോളൂ കേട്ടോ. ഹലോ മാം. ഹലോ, ഈ PCOD ഉള്ളവർക്ക് നടുവേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? PCOD ഉള്ളവർക്ക് നടുവേദന അത് വളരെ ലാപ്രോസ്കോപ്പി എല്ലാം ചെയ്തതാണ്. ചുരുക്കം ആളുകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം PCOD എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് നമ്മുടെ ശരീരത്തിൽ അങ്ങ് റേസ് ചെയ്ത് നോക്കും, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നടുവേദന വരാനുള്ള, ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നീർക്കെട്ട് കൊണ്ട് ഉള്ള നടുവേദന സാധ്യത ഉണ്ട് കേട്ടോ.
ഞാൻ ഇപ്പോൾ IVF സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫെയിലായി, സെക്കൻഡ് ടൈമിൽ ഇപ്പോൾ സെക്കൻഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് അത് കുറവായിട്ട് തോന്നുന്നുണ്ട്. ലൂപ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ, ഹോർമോൺ ഇഞ്ചക്ഷൻ. ഓക്കെ. അപ്പൊ അത് ചെയ്യുമ്പോൾ എനിക്ക് നടുവേദന ഇച്ചിരി കുറവായിട്ട് തോന്നുന്നുണ്ട്. അതെന്തായിരിക്കും അങ്ങനെ? അത് എന്താ പറയാ, അത് ഓരോ മെഡിസിന്റെ എഫക്റ്റ് ആണ്. ഓക്കെ, മെഡിസിന്റെ എഫക്റ്റ് മൂലം ഉണ്ടാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. IVF അല്ലേ, ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യൂ. അതോടൊപ്പം തന്നെ ഡയറ്റ് എടുക്കൂ കേട്ടോ. പിന്നെ ഇത് നടുവേദന വലിയ വിഷയാണ്ട കാര്യമാണോ? ഇല്ല, വിഷയാക്കണ്ട. ഇപ്പൊ അതിൽ ഫോക്കസ് ചെയ്യണ്ട. ഭയങ്കരമായിട്ട് വേദന ഉണ്ടോ? നടുവേദന കുറച്ച് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ആ ഫോളിക്കൽ ഉള്ളത് കൊണ്ടാണ് പിന്നെ അത് നടുവേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ എല്ലിന്റെ ഡോക്ടറെ അങ്ങോട്ട് കാണിക്കേണ്ട ആവശ്യം ഉണ്ടാവോ ഡോക്ടറെ? ഇല്ല, ഇപ്പൊ ആ ട്രീറ്റ്മെന്റിന്റെ മറ്റു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. ഭയങ്കര അസഹ്യമായിട്ടുള്ള വേദന കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓർത്തോപീഡിക്സിനെ കാണിക്കുകയോ എക്സ്റേയോ അല്ലെങ്കിൽ സ്കാനോ കഴിഞ്ഞാൽ നമുക്കത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. തൽക്കാലം എക്സ്റ്റേണൽ മുറിവെണ്ണ ഇല്ലേ, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. മുറിവെണ്ണ ഇല്ലേ, മുറിവെണ്ണ എടുത്തിട്ട് ചെറു ചൂടാക്കിയിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യാ, ചൂട് പിടിപ്പിച്ച് കേട്ടോ. പിന്നെ ഞാനിപ്പോ 1 മാസമായി ഇപ്പൊ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ എന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 164 വെയിറ്റ് 1 മാസം ഇപ്പൊ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് 4 കിലോ കുറഞ്ഞ് 65 വെയിറ്റ്, ഇപ്പൊ 62 അപ്പോ ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ബോഡി ഭയങ്കരമായിട്ട് കുറച്ച് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ അടുത്ത മാസം എനിക്ക് ട്രാൻസ്ഫർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതിന് ബുദ്ധിമുട്ടാവോ ഡയറ്റ് എടുക്കുമ്പോ? അതിന് ബുദ്ധിമുട്ടാവോ? ഇല്ല, ഡയറ്റ് എടുക്കുന്നത് നല്ലതാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഡയറ്റ് എടുത്തോളൂ. എനിക്ക് തൈറോയിഡ് എന്തായിരുന്നു? ഡയറ്റ് എടുക്കുമ്പോ സ്കിന്ന് ഡ്രൈ ആവോ? കാലൊക്കെ വിണ്ട് പൊട്ടുന്നുണ്ട് നന്നായിട്ട്. ഡയറ്റ് എടുക്കുമ്പോൾ സ്കിന്ന് ഡ്രൈ ആണ്. നിങ്ങളുടെ വെള്ളം കൂടി കുറയുകയോ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയോ നിങ്ങളുടെ ദഹനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്താണ് സ്കിന്ന് ഡ്രൈ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ദഹനം പ്രോപ്പറായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ദഹനക്കുറവും കോൺസ്റ്റിപ്പേഷനും ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഉണ്ട്. വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടോ? വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. വെള്ളം ഒരു ദിവസം 3 ലിറ്റർ ഒക്കെ കുടിക്കുന്നുണ്ട്. ഞാൻ മോര് കുടിക്കാൻ പറഞ്ഞേ, മോരൊന്ന് കുടിക്കൂ. അല്ലെങ്കിൽ രാത്രി നെയ്യ് ഇട്ടിട്ട് കഴിക്കോ, ചെറു ചൂടുവെള്ളത്തിൽ നെയ്യ് ഒഴിച്ചിട്ട്. ഇല്ല, അത് കഴിക്കുന്നില്ല. ഒന്നുകിൽ അത് കഴിക്കുക, അല്ലെങ്കിൽ മോര് കുടിക്കുക കേട്ടോ. ഡയറ്റീഷ്യൻ പറഞ്ഞു തരും കൃത്യമായിട്ട്. ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നെയ്യ് ഇട്ട് കുടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക. കാരണം നിങ്ങൾ കുറച്ച് സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. രാത്രി ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് കുടിക്കൂ കേട്ടോ. അതെ അതെ അതെ. ഈ കോമൺ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ, മീൻസ് നമ്മളിപ്പോ കോമൺ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോ, വീട്ടിലെ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ ഈ ഡയറ്റ് ഈ വീട്ടിൽ എടുക്കണ പോലെ പുറത്തേക്ക് പോയി എടുക്കാൻ പറ്റില്ല, വേറൊരാളുടെ വീട്ടിൽ ചെന്നിട്ട്. അതെ അതെ, നിങ്ങൾ കഴിച്ചിട്ട് പോകും. മാഡം, മുമ്പേ ഒരാൾ പറഞ്ഞതുപോലെ എനിക്കും ഇതുപോലെ 2 ആഴ്ച ഞാൻ നോക്കുന്നു. പക്ഷെങ്കിൽ വെയിറ്റിലൊന്നും മാറ്റം വരുന്നില്ല. വെയിറ്റ് ഇപ്പം 2 ദിവസം കൂടുമ്പോൾ 1.5 കിലോ ചിലപ്പോൾ കുറയും. പക്ഷെങ്കിൽ 2 ദിവസം കഴിയുമ്പം 600 ഗ്രാം കൂടും. അങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കുക. പക്ഷെ എൻ്റെ വണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വയറും എല്ലാ കാര്യങ്ങളും. എന്തോ ഇഞ്ച് ലോസ് വന്നിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, ഇഞ്ച് ലോസ് വന്നിട്ടുണ്ട്. അപ്പം ഡയറ്റീഷ്യനോട് പറഞ്ഞപ്പം പറഞ്ഞു ഇഞ്ച് ലോസ് കുറയുന്നവർക്ക് വെയിറ്റ് കുറയാൻ കുറച്ച് ഡിലേ ആകും എന്ന് പറഞ്ഞു. പക്ഷെ വെയിറ്റ് തീരെ കുറയാതെ കാണുമ്പോ കുറയുന്നുണ്ട്, എന്നാ പിന്നെ കൂടുകയും ചെയ്യുന്നുണ്ട്. ദഹനം എങ്ങനെയാണ്? കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ദഹനത്തിന്റെ എനിക്ക് അന്നൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ആപ്പിളിന്റെ വിൻചർ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അതിപ്പോ കുടിക്കുന്നുണ്ട്.
ഇപ്പൊ 2 ആഴ്ചയായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ 2 നേരത്തേത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? അതായത് ഈ 11 മണിക്കത്തെയും 4 മണിക്കത്തെയും ഈ 5 നേരം ഫുഡ് കഴിക്കുമ്പോഴേ അത് ഈ വയറെപ്പോഴും ഫില്ല് ചെയ്തിരിക്കണം എന്നുണ്ടോ? അതോ ഇത് സ്കിപ്പ് ചെയ്താൽ അങ്ങനെ കഴിക്കുന്നതായിരിക്കും നന്നാവാ. ഓക്കെ, ചെറുതായിട്ട് എന്തെങ്കിലും എടുത്താൽ മതി. അങ്ങനെ കഴിക്കുന്നതായിരിക്കും നന്നാവാ. കാരണം നമ്മള് പെട്ടെന്ന് വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് 6 ടൈംസ് ആക്കി കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാ. ഓക്കെ, അപ്പൊ നാളെ എന്നോടൊരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മറ്റേ സോഡ പൊടി ഇങ്ങനെ ഇട്ടിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇത് എമ്പക്കം പോണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അതൊന്ന് ചെയ്യൂ കേട്ടോ. കാരണം ദഹനത്തിൽ ചെറിയ ഇഷ്യൂസ് കാണും. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കുറയാതെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. വെയിറ്റ് ഓക്കെ കുറയാൻ പറ്റില്ല നിങ്ങൾക്ക്. തൈറോയിഡും PCODയും ഒന്നിച്ച് നിൽക്കുന്ന കണ്ടിട്ട് വെയിറ്റ് ഗെയിൻ കുറയാൻ പാടാണ്. തൈറോയിഡും PCODയും ഉള്ള ആളുകൾക്ക് 3 to 6 months മാക്സിമം എടുക്കും നമുക്കൊന്ന് വെയിറ്റ്. പെട്ടെന്ന് കുറയില്ല എന്നല്ല കേട്ടോ പറയുന്നേ. മീൻസ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ഇപ്പം നിങ്ങൾ എനിക്കിപ്പം ഞാൻ തുടങ്ങിയിട്ട് 1 വീക്കായി. ആ 1 കിലോയെ കുറഞ്ഞിട്ടുള്ളൂ. ഞാൻ 100 kg ഉണ്ട്. 1 കിലോ കുറഞ്ഞില്ലേ? തൈറോയിഡും ഉണ്ട് PCODയും ഉണ്ട്. 1 വീക്കിൽ 1 kg കുറഞ്ഞ ഗ്രേറ്റ് തിങ്. ഓക്കെ, മടമ്പ് വേദന എന്തുകൊണ്ട് തന്നെ? ഹലോ മാം, വേദന പല മടമ്പ് വേദന പല കൊണ്ടുവരാം. അവിടെയുള്ള ഒരു നീർക്കെട്ട് കാരണമൊക്കെ വരാം. ഓക്കെ, ഇഞ്ചക്ഷൻ വെച്ചപ്പോ മാറി വീണ്ടും വരികയാണ്. എങ്ങനെ? ഇഞ്ചക്ഷൻ വെച്ചിരുന്നോ? ഇഞ്ചക്ഷൻ വെച്ചോ? അപ്പൊ മാറി. പിന്നെ വീണ്ടും വന്നു. അപ്പൊ അക്യുപഞ്ചർ ചെയ്യണം അതിന് വേണ്ടിട്ട്. യൂറിക് ആസിഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല. അങ്ങനെ അധികം നടന്നാല് നിന്നാല് ഞാൻ ടീച്ചറാണ്. അപ്പൊ നിന്ന് കഴിഞ്ഞാലൊക്കെ വൈകുന്നേരം വരുമ്പോത്തിന് നമുക്ക് ഫിസിയോതെറാപ്പിക് എക്സസൈസുകൾ ഉണ്ട് മടമ്പ് വേദനയ്ക്കൊക്കെ. നമ്മളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ എക്സസൈസുകളുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ് ചെയ്യാനുള്ള എക്സസൈസുകളേ ഉള്ളൂ. അതൊന്ന് ചെയ്താൽ മതി. ഓക്കെ, റെഡി ആകും. മാം, എനിക്ക് എഗ്ഗ് 20 days കഴിക്കുമ്പോൾ ആയി ഭയങ്കര ചെയ്യാൻ ദഹനത്തിന്റെ തുടങ്ങിയിട്ട്. ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്തായിരുന്നു? എഗ്ഗ് കഴിക്കുമ്പോഴത്തേക്ക് രാവിലെ ഭയങ്കര ദഹനത്തിന്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ കുറെ ദിവസം കൊണ്ട് എഗ്ഗ് കഴിക്കുന്നില്ല. അപ്പൊ നമ്മള് ഈ ഡയറ്റിൽ എഗ്ഗ് ഉൾപ്പെടുത്തണോ? ഡയറ്റിൽ എഗ്ഗ് ഉൾപ്പെടുത്തണം. നമ്മൾ തന്ന ചാർട്ടിൽ എഗ്ഗ് ഇല്ലേ? എഗ്ഗ് രാവിലെയാ പറയുന്നത്. അപ്പൊ രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാ. കഴിച്ചാൽ ഉച്ച വരെ വയറങ്ങ് ഫില്ലായിട്ടിരിക്കുന്ന പോലാ തോന്നുന്നത്. എഗ്ഗ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ചെറുപയറും പയറും അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഒക്കെ അടങ്ങിയ രീതിയിൽ ദോശ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, പക്ഷെ എഗ്ഗ് നമുക്ക് ഈ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ വല്ല എഗ്ഗ് കഴിക്കാൻ പറ്റുമോ? കഴിക്കാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ രാവിലെ എന്തായിരിക്കും കൂടുതലായിട്ട് ഡയറ്റ് എടുക്കേണ്ടത്? എപ്പോഴും ഡയറ്റ് മിൽക്കും എഗ്ഗും ആണ് തന്നിട്ടുള്ളത്. അല്ല, മിൽക്കും എഗ്ഗും മാത്രമല്ലല്ലോ, നമ്മൾ ഉച്ചക്ക് വേറെ ചാർട്ടുകളല്ലേ തന്നിട്ടുള്ളത്. അല്ലല്ല, രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റ് എഗ്ഗും മിൽക്കും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? ഈ എന്താ പറയാ, ഗ്രീൻ പീസ് ചെറുപയറൊക്കെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, ദോശ പറഞ്ഞു തരും എങ്ങനെ വെച്ചിട്ട് ദോശ ഉണ്ടാക്കണ്ടത്. പിന്നെ എന്ത് ചെയ്യാം, ആ ദോശയുടെ കൂടെ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ കുറച്ച് വേവിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ചാർട്ടിൽ പറയുന്നുണ്ട് ബട്ടർ ഒക്കെ കഴിക്കാൻ. നല്ല ഗുഡ് ഫാറ്റ് ആണ് അത്, ഗുഡ് കൊളസ്ട്രോൾ ആണത്. ബട്ടറിൽ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അത് സോൾട്ടഡ് ആണോ വേണ്ടത്? സോൾട്ട് ഇല്ലാത്തത് എടുത്തോളൂ. സോൾട്ട് ഇല്ലാത്ത ബട്ടർ എടുത്തിട്ട് ഈ വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് വേവിച്ച ചിക്കൻ ഉണ്ടെങ്കിൽ വേവിച്ച ചിക്കൻ ചെറുതായിട്ട് അതിലോട്ട് പിച്ചിട്ട് ഇടാം. അതുപോലെ തന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിലോട്ട് പനീർ ഇടാം. എന്നിട്ട് ഈ ദോശയിൽ എന്ത് ചെയ്യാം, ദോശയുടെ അകത്ത് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് കഴിക്കാം. ഓക്കെ, നമുക്ക് കടലമാവ് ഉപയോഗിച്ച് ദോശ ഇടാൻ പറ്റുമോ? കടലമാവ് വീട്ടിലുണ്ടാക്കുന്ന കടലമാവ് ആണെങ്കിലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പുറത്തുനിന്ന് വാങ്ങുന്നതിൽ പലവിധ ആൾട്ടറേഷനും വന്നിട്ടുണ്ടാകും.
മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ നമുക്ക് കേട് റാഗിയൊക്കെ ഇതിന്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്കും കഴിക്കാവോ? ചുമയും ജലദോഷവും വരുന്നുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടത്? കേട് 2 ടൈമിൽ തരുന്നുണ്ട്, രാവിലെ ആഫ്റ്റർനൂണും തരുന്നുണ്ട്, ആ നൈറ്റും തരുന്നുണ്ട്. അപ്പം അത് കഴിച്ചു കഴിയുമ്പോൾ കോൾഡ് വരുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒഴിവാക്കണം കേട്ടോ. അങ്ങനെ അലർജിക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഓക്കെ, കേട്. അപ്പൊ അതിന് വേറെ എന്താണ്? വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേട് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് പ്രോബയോട്ടിക് ആയിട്ടാണ് തരുന്നത്. നമ്മുടെ അതെ. ശരീരത്തിനകത്ത് നല്ല ബാക്ടീരിയാസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ നമുക്ക് ഓക്കെ. ഓൾട്ടർനേറ്റീവ് കാര്യങ്ങളുണ്ട്. നമുക്ക് അച്ചാറില്ലേ, വീട്ടിലുണ്ടാക്കിയ ഓക്കെ. അത് എന്ത് ചെയ്യും? നൈറ്റ് കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട്. ഞാനിപ്പം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ഡേയ്സേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഇത്. അന്നേരം തുടങ്ങിയപ്പോൾ തന്നെ ജലദോഷമായി, കോൾഡായി. നിങ്ങൾ എന്ത് ചെയ്യാ, കുറച്ച് അച്ചാർ വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാം, നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ, നാരങ്ങയൊക്കെ. ഓക്കെ ഓക്കെ. ഹലോ മാം, ഹലോ ഡയറ്റ് മാം. എടുത്തിട്ട് 30 ഹലോ ദിവസമായി മാം. ഇന്നത്തെ. പക്ഷെ എന്താ, ഞാൻ 2 കിലോ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. എത്ര ദിവസമായി? 30 ദിവസമായി, 1 മാസമായി. ഓക്കെ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ദഹന പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ദഹന പ്രശ്നം ക്ലിയർ ആവണം, എന്നിട്ടാണ്. ഹൈപ്പോതൈറോയിഡിസം ഉണ്ട് എനിക്ക്, അതുകൊണ്ടായിരിക്കും. അതെ, തൈറോയ്ഡ് ഉള്ള ആളുകൾക്കും എന്തുണ്ടാവും, ഒരു 3 to 6 months എടുക്കും നമ്മുടെ വെയിറ്റ് ഒന്ന് കാര്യമായിട്ട് കുറഞ്ഞു വരാൻ. ഓക്കെ, സ്ലോ ആയിട്ട് കുറയും. മേഡം, ഈ മഗ്നീഷ്യം സിട്രേറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? മഗ്നീഷ്യം സിട്രേറ്റ് നമ്മുടെ ബോഡിയിലെ മസിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാനും സ്ട്രെങ്തൻ ചെയ്യാനും, അതുപോലെ തന്നെ പലവിധ യൂസ് ഉണ്ട് അതിന്. അതിലൊരു യൂസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മാഡം എനിക്ക് PCOS ഉണ്ട്. എനിക്ക് പീരിയഡ്സ് ആവണ സമയം തൊട്ട് തന്നെ എനിക്ക് റെഗുലർ അല്ല, ഇറഗുലർ പീരിയഡ്സ് ആണ്. എനിക്കിപ്പം 34 വയസ്സുണ്ട്. എനിക്ക് ഇതിന്റെ ഇടയിൽ മെഡിസിൻ ഒക്കെ എടുത്തിട്ട് എനിക്കൊരു കുഞ്ഞുണ്ട്. അതിനുശേഷം 2 പ്രഗ്നന്റ് ആയിട്ടുണ്ട്, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഓക്കെ. പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് തൈറോയിഡും ഇങ്ങനെ മുഖത്തൊക്കെ ഹെയർ ഗ്രോത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പീരിയഡ്സ് ആവാനെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ റെഗുലർ ആവാനായിട്ട് മെഡിസിൻ എടുക്കുമ്പം ഓവർ ബ്ലീഡിങ് ആണ്, അത് നിക്കില്ല. അത് പിന്നെ ഒരു മാസത്തിന് പുറത്ത് എന്തായാലും ഉണ്ടാവും. പിന്നെ അത് വെച്ചിട്ട് പിന്നെ കുറച്ച് അല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഓവർ ബ്ലീഡിങ് ആവുമ്പോഴേ. സെയിം കണ്ടീഷൻ തന്നെയാണ് മാം എനിക്കും. 1 മാസം കഴിഞ്ഞു ഇപ്പൊ എനിക്ക് പീരീഡ്സ് ആയിട്ട്. വെയിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് 80, ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് 80 കിലോ ഉണ്ടായിരുന്നു. എനിക്കിപ്പോ 1 മാസമായി. എനിക്കിപ്പോ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ മെഡിസിൻ എടുക്കുന്ന ടൈമിൽ പീരിയഡ്സ് കറക്റ്റ് ആവാൻ വേണ്ടി മെഡിസിൻ എടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന എല്ലാ സിംറ്റംസും ഉണ്ടാവാറുണ്ട്. ഓക്കെ, മനസ്സിലായി. നിങ്ങളൊന്ന് ഡയറ്റീഷ്യൻ ത്രൂ ഒന്ന് എന്നെ കണക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ വോയിസ് നോട്ട് അയക്കാം, ഞാൻ റിപ്ലൈ തരാം. നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഞാനും 20 days ആയി ചെയ്യുന്നു. പറയുന്നതിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡയറ്റീഷ്യൻ ത്രൂ ഒന്നെങ്കിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് വോയിസ് നോട്ട് അയക്കാം കേട്ടോ. ചോദിച്ചോട്ടെ മാം? ഫാറ്റി ലിവർ ഉണ്ട്, ഗ്രേഡ് 2 ആണ് എനിക്ക്. അപ്പം രാവിലെ 11 o'clock-നും 4 o'clock-നും നമ്മൾ ബട്ടർ അല്ലെങ്കിൽ ഗീ ഇടാൻ പറയുന്നുണ്ടല്ലോ കോഫിയിൽ അല്ലെ ടീയില്. അപ്പൊ അത് ഇങ്ങനെ കഴിക്കുന്നത് കുഴപ്പമില്ല, അതെന്തെങ്കിലും പ്രശ്നം വരുമോ? ഇല്ല, കുഴപ്പമില്ല. കാരണം നമ്മൾ ഇതിന് മുന്നേ ഫാറ്റ് ലിവർ നിങ്ങൾക്ക് വരാൻ കാരണം ഒരുപാട് അൺഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ അതൊന്നും കഴിക്കുന്നില്ല, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എന്നാലും നമ്മുടെ ബോഡിക്ക് ഫാറ്റ് ആവശ്യമാണ്, പല കാര്യങ്ങൾക്ക് ഫാറ്റ് ആവശ്യമാണ്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, അല്ലേ? നല്ല കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ നല്ല ഫാറ്റ് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഈ ഗീ അല്ലെങ്കിൽ ബട്ടറൊക്കെ ആക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണ് ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ടാണ് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഡയറ്റിൽ എന്തൊക്കെ വേണം? പ്രോട്ടീൻ വേണം, കാർബ് വേണം, ഫാറ്റ് വേണം, അല്ലേ? വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം. അപ്പൊ നല്ല ഫാറ്റ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ഇതൊക്കെ തരുന്നത്. അപ്പൊ അത് കഴിച്ചതുകൊണ്ട് നമുക്ക് ഫാറ്റ് ലിവർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഓക്കെ, നമ്മുടെ സെഷൻ ചെയ്യാനായി. ഐ എം സോറി. നമുക്കിനി നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും. ഇനിയിപ്പോ അതിന്
ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡയറ്റീഷ്യൻ ത്രൂ എനിക്ക് വോയിസ് നോട്ട് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും ടേക്ക് കെയർ. ഡയറ്റീഷ്യൻ ത്രൂ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഓക്കെ, ബൈ. ഹലോ ഹലോ താങ്ക് യു.